നമസ്കാരം. അലാസ്കയുടെ ആഴക്കടലിൽ നിന്നും 3 വർഷം മുൻപ് കണ്ടെത്തിയ ആ സ്വർണ്ണമുട്ടിയുടെ രഹസ്യം ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു. അന്യഗ്രഹ ജീവിയുടേതാണോ ഭീകരജീവിയുടേതാണോ എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെട്ട ആ വസ്തുവിൻ്റെ സത്യാവസ്ഥ തേടിയുള്ള ശാസ്ത്രലോകത്തിൻ്റെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ആ നിഗൂഢ വസ്തുവിൻ്റെ യഥാർത്ഥ രഹസ്യം ഇതാണ്. സൂര്യപ്രകാശം പോലും എത്തിനോക്കാൻ ഭയക്കുന്ന അഗാധതയിൽ ഒരു നിഗൂഢത കാത്തിരിപ്പുണ്ടായിരുന്നു. 2023 സെപ്റ്റംബർ മാസം നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡീപ് ഡിസ്കവർ എന്ന പര്യവേഷണ വാഹനം പസഫിക് സമുദ്രനിരപ്പിൽ നിന്ന് 3 കിലോമീറ്ററിലധികം താഴെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് ഇരുളടഞ്ഞ പാറക്കെട്ടിന് മുകളിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഒരു വിചിത്ര ഗോളം കണ്ടെത്തിയത്. ഏകദേശം 10 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ആ വസ്തു വെളിച്ചം തട്ടുമ്പോൾ സ്വർണ്ണത്തെ പോലെ മിന്നി തിളങ്ങുന്നു. ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചത് ആ രൂപമായിരുന്നില്ല, ആ ഗോളത്തിൻ്റെ ഒരു വശത്ത് കണ്ട കൃത്യമായ വൃത്താകൃതിയിലുള്ള ദ്വാരമായിരുന്നു. ഹൊറർ സിനിമകളെ വെല്ലുന്ന ആ കാഴ്ച കണ്ട് ഗവേഷകർ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ആ ചോദ്യം ലോകമെമ്പാടും പടർന്നു. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ നിക്ഷേപിച്ച മുട്ടയാണോ ഇതെന്ന ചർച്ചകൾ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടർന്നു. കടലിൻ്റെ അഗാധതയിൽ മനുഷ്യൻ ഇനിയും കണ്ടെത്താത്ത ഏതോ ഭീകരജീവി ഇതിനുള്ളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്ന ഭീതി എല്ലാവരിലും പടർന്നു. അതീവ ജാഗ്രതയോടെ റോബോട്ടിക് കൈകൾ ആ മുട്ട ലാബിലെത്തിച്ചു. പരിശോധനകൾ തുടങ്ങിയപ്പോൾ ശാസ്ത്രജ്ഞർക്ക് ഒരു കാര്യം ബോധ്യമായി. ഇതിൻ്റെ DNA ഘടന എന്താണെന്നോ ഇത് എവിടെ നിന്ന് വന്നുവെന്നോ കണ്ടെത്താൻ ഗവേഷകർക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ ആ നിഗൂഢതയുടെ മറുപടി ലഭിച്ചിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും അന്യഗ്രഹ ജീവിയുടേതല്ല. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മാത്രം കാണപ്പെടുന്ന റിലിക്കാന്തസ് ഡാഫ്നെ എന്ന ഭീമാകാരനായ ഒരു കടൽ അനിമോണിൻ്റെ ഭാഗമാണ്. 2 മീറ്ററോളം നീളമുള്ള ടെൻറ്റിക്കിളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അനിമോൺ വർഗ്ഗമാണിവ. കടലിൻ്റെ അടിത്തട്ടിലെ പാറകളിൽ പറ്റിപ്പിടിച്ചു നിൽക്കാൻ ഈ ജീവി ഉപയോഗിക്കുന്ന പാദഭാഗമായിരുന്നു ആ സ്വർണ്ണഗോളം. അനിമോൺ ചത്തുപോയപ്പോഴോ അല്ലെങ്കിൽ അത് വാസസ്ഥലം മാറ്റി മറ്റൊരിടത്തേക്ക് പോയപ്പോഴോ ഉപേക്ഷിച്ച ശരീരഭാഗമാണിതെന്ന് സ്മിത്തിയോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ സ്ഥിരീകരിച്ചു. സ്വർണ്ണമുട്ടിയുടെ രഹസ്യം പുറത്തായെങ്കിലും സമുദ്രം ഇന്നും മനുഷ്യനൊരു സമസ്യയാണ്. എങ്ങനെയാണ് ഒരു ജീവിയുടെ ശരീരഭാഗം ഇത്രയും മനോഹരമായ ഒരു സ്വർണ്ണഗോളമായി മാറിയത്? ആ ദ്വാരം എങ്ങനെ രൂപപ്പെട്ടു? ഇതിനൊക്കെയുള്ള ഉത്തരം ഇന്നും ആഴക്കടലിൻ്റെ ഇരുളിൽ മറഞ്ഞു കിടക്കുകയാണ്. അന്യഗ്രഹങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ പാദങ്ങൾക്ക് താഴെ ഇത്തരത്തിലുള്ള എത്രയോ നിഗൂഢതകൾ ഇനിയും കണ്ടെത്താനുണ്ട്. ആകാശം തേടിപ്പോകുന്ന നമ്മൾ മറന്നുപോയ ഒരു ലോകം നമ്മുടെ കടലിനടിയിലുണ്ട്. സയൻസ് ഫിക്ഷൻ സിനിമകളെ പോലും വെല്ലുന്ന ഈ കണ്ടെത്തൽ തെളിയിക്കുന്നത് കടലിൻ്റെ അഗാധതയിൽ ഇനിയും കണ്ടെത്താനാകാത്ത വിസ്മയങ്ങൾ ഏറെയുണ്ട് എന്നാണ്. ആ സ്വർണ്ണമുട്ടിയുടെ നിഗൂഢത ഒടുവിൽ അവസാനിക്കുമ്പോൾ സമുദ്രം പുതിയ ചോദ്യങ്ങളുമായി നമ്മളെ കാത്തിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.